നമസ്കാരം. ആയുർ സമൃദ്ധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളിൽ പലരും ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ വന്നിട്ടുള്ളത്. അതായത് നമ്മൾക്ക് മൂത്രമൊഴിക്കാൻ മുട്ടിക്കഴിഞ്ഞാൽ പോലും നമ്മളിൽ ചില ആൾക്കാർ ടോയ്ലറ്റിൽ പ്രോപ്പർ ടൈമിൽ പോവാറില്ല. ഇങ്ങനെ നമ്മൾ യൂറിൻ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക? നമ്മുടെ യൂറിനറി ബ്ലാഡറിൽ തന്നെ ഒട്ടനവധി ബാക്ടീരിയാസ് മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നു. അതുവഴി റിക്കറന്റ് ആയിട്ട് UTI വരുന്നു. ഒരുപാട് പേഷ്യൻസ് നമ്മളടുത്ത് വന്നിട്ട് പറയും, എനിക്ക് എല്ലാ മാസവും UTI ഉണ്ട് ഡോക്ടറെ, അല്ലെങ്കിൽ 2-3 മാസം കൂടുമ്പോഴും ഇങ്ങനെയുള്ള ഈ ഒരു യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരുന്നുണ്ട് എന്ന്. ഒന്നാമത്തെ കാര്യം, പ്രോപ്പർലി നമുക്ക് എല്ലാവർക്കും അറിയാം, വെള്ളം കുടിക്കുന്നത് കുറവായിരിക്കും. പക്ഷെ കുടിച്ച വെള്ളം പുറത്തേക്ക് പോവാതിരുന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അപ്പൊ അത് വളരെ വലിയൊരു ഫാക്ടറാണ്. മാത്രമല്ല, ഈ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളാണെങ്കിൽ അവിടെ സ്കൂളിലൊക്കെ ഉള്ള ടോയ്ലറ്റിന്റെ അവസ്ഥ അത് മനസ്സിൽ വെച്ചിട്ട് അവർ പോവാതിരിക്കും. ചിലപ്പം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെള്ളം പോലും കുടിക്കാതെ വീട്ടിലെത്തിക്കഴിഞ്ഞാലായിരിക്കും അവർ വാഷ്റൂം യൂസ് ചെയ്യുക. വെള്ളം കുടിക്കുന്നത് വീട്ടിലെത്തിക്കഴിയുമ്പോഴാണ്. അപ്പൊ ഈ കാര്യത്തിലൊക്കെ ആക്ച്വലി സ്കൂൾ അതോറിറ്റീസും പാരന്റ്സും ഒക്കെ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. അപ്പം അതിന്റെ കൂടെ തന്നെ നമ്മൾ കുടിക്കുന്ന വെള്ളം നിർബന്ധമായിട്ട് നമുക്ക് യൂറിൻ പാസ് ചെയ്യുന്ന ടൈമിൽ തന്നെ നമ്മൾ ഓരോരുത്തരും യൂറിൻ പാസ് ചെയ്യേണ്ടതാണ്. മാത്രമല്ല, നമ്മൾ ഇങ്ങനെ യൂറിൻ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് ഈ ബ്ലാഡർ ഓവർ സ്ട്രെച്ച് ആവും അല്ലെ. ഇപ്പം ഒരു ദിവസം മാത്രമല്ല, ഒട്ടനവധി ദിവസം നമ്മൾ ഇതുപോലുള്ള പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് എന്താ സംഭവിക്കുക? ബ്ലാഡറിന്റെ വാൾ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് ഓവർ സ്ട്രെച്ച്ഡ് ആവുന്നു. അങ്ങനെ കാലം ഓരോ ടൈം ഇങ്ങനെ പോകുന്ന അനുസരിച്ചിട്ട് എന്താ പറയാ, അതിന് മൂത്രത്തെ പിടിച്ചു വെക്കാനുള്ള ഒരു കപ്പാസിറ്റി കുറഞ്ഞു വരും. അതാണ് പിന്നീട് യൂറിൻ ലീക്കേജ് ആയിട്ടൊക്കെ വരുന്നത്. അത് മാത്രമല്ല, കിഡ്നിയിൽ സ്വെല്ലിംഗ് വരും. അപ്പൊ ഹൈഡ്രോനെഫ്രോസിസ് പോലുള്ള കണ്ടീഷൻസിലേക്ക് അത് ലീഡ് ചെയ്തേക്കാം. പിന്നെ നമ്മുടെ അടിവയറ് വേദന വരും. നമ്മുടെ പെൽവിക് ഫ്ലോർ മസിൽസിനെ കാര്യമായിട്ട് അത് ബാധിക്കും, സ്ട്രെയിൻ ഉണ്ടാക്കും. അതുവഴി ഒരുപാട് പ്രോബ്ലമാണ് അതിന്റെ പിന്നിൽ വരുന്നത്. അപ്പം നമ്മൾ എപ്പോഴും വെള്ളം കുടിക്കുക എന്നുള്ള കാര്യം ഇമ്പോർട്ടന്റ് ആയതുപോലെ തന്നെയാണ് നമ്മൾക്ക് യൂറിൻ പാസ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് തന്നെ യൂറിൻ പാസ് ചെയ്യുക. എപ്പോഴാണോ നമ്മൾക്ക് ആ ഒരു തോന്നൽ വരുന്നത് അപ്പൊ തന്നെ നമ്മൾ അത് പാസ് ചെയ്യേണ്ടതാണ്. ഇപ്പൊ നമ്മൾ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ ഓക്കെ, ലിമിറ്റേഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് എപ്പോഴെങ്കിലും അല്ലേ, ദാറ്റ് ഇസ് ഓൾ ഫൈൻ. പക്ഷെ ഇങ്ങനെ റിക്കറന്റ് ആയിട്ട് റിപ്പീറ്റഡ്ലി നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്ത് വെള്ളമൊന്നും കുടിക്കാതെ ഈ ഒരു കണ്ടീഷൻ പോവുകയാണെങ്കിൽ നമുക്ക് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും വരിക. അപ്പൊ ഒരു UTI ഒരു തവണ വന്നാൽ തന്നെ അത് എത്രത്തോളം ബുദ്ധിമുട്ടിക്കുന്നു നമുക്ക് ഓരോരുത്തർക്കും ചിന്തിക്കാൻ പോലും പറ്റില്ല. അത്രയും സിവിയർ പെയിൻ ആയിരിക്കും. ഈവൻ നമ്മൾ ബെൻഡ് ചെയ്ത പൊസിഷനിൽ തന്നെ നമ്മൾക്ക് നിൽക്കേണ്ടി വരും അല്ലെ. ഒന്ന് നിവർന്ന് നിൽക്കാൻ പോലും നമുക്ക് പറ്റാറില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക, ഒരു കാരണവശാലും നിങ്ങൾ യൂറിൻ ഹോൾഡ് ചെയ്യരുത്. ബാത്റൂമിന്റെ അൺഹൈജീനിക് കണ്ടീഷൻസ് ഒന്നും ആലോചിച്ചിട്ട് നിങ്ങൾ ബാത്റൂം ആ ഒരു കണ്ടീഷൻ ആണെങ്കിൽ നിങ്ങൾ അങ്ങനെ പോവാതിരിക്കരുത്. നിർബന്ധമായിട്ട് നിങ്ങൾ പോവുക. പിന്നെ വെള്ളം പ്രോപ്പറായിട്ട് കുടിക്കുക, തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക. ഇങ്ങനെയുള്ള റിക്കറന്റ് ആയിട്ടുള്ള യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉള്ള ആൾക്കാർ എരിവ്, പുളി, ബേക്കറി ഐറ്റംസ് മാക്സിമം കുറച്ച് ബോഡീനെ തണുപ്പിക്കുന്ന തരത്തിലുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കുക. എന്ന് വെച്ച് തണുത്ത വെള്ളം കുടിക്കണം എന്നല്ല, ലൈറ്റ് വാം ഫുഡ് കഴിക്കാം, ഈസിലി ഡൈജസ്റ്റബിൾ ഫുഡ് ഐറ്റംസ് കഴിക്കാം, സാലഡ്സ് കഴിക്കാം, ടെൻഡർ കോക്കനട്ട് വാട്ടർ, ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ നമുക്ക് കഴിക്കാം. ഏറ്റവും ഒരു കുഞ്ഞ് റെമഡി എന്ന് പറയുന്നത്, നമ്മൾ ടെൻഡർ കോക്കനട്ട് വാട്ടറിൽ ചെറിയൊരു കഷ്ണം ഏലക്കായി മിക്സ് ചെയ്തിട്ട് നമ്മളത് കുടിക്കാൻ വേണ്ടി പറയാറുണ്ട്. അപ്പൊ ഒട്ടനവധി കാര്യങ്ങൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇനി തൊട്ട് നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ദയവ് ചെയ്ത് യൂറിൻ ഹോൾഡ് ചെയ്യാതെ ഇരിക്കുക. നമ്മുടെ യൂറിനറി ബ്ലാഡർ നോർമൽ കപ്പാസിറ്റികളെക്കാളും ഉള്ള യൂറിൻ ഹോൾഡ് ചെയ്യുന്ന സമയത്ത്, ഓവർ സ്ട്രെച്ച് ആവുന്ന സമയത്ത് നമ്മുടെ പെയിൻ റിസെപ്റ്റേഴ്സ് ഉണ്ടല്ലോ, ബ്ലാഡറിലുള്ള പെയിൻ റിസെപ്റ്റേഴ്സ് ആക്ടിവേറ്റ് ആവുന്നു. അതുവഴിയാണ് ഇത്തരത്തിലുള്ള പെയിൻഫുൾ കണ്ടീഷൻസിലൂടെ നമ്മൾ പാസ് ചെയ്യേണ്ടി വരുന്നത്. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നൽകാവുന്നതാണ്. അടുത്തൊരു ദിവസം കാണുന്നത് വരെ നന്ദി, നമസ്കാരം.